നിങ്ങൾ മൊബൈൽ കമ്പ്യൂട്ടർ ഇതൊക്കെ ഒരുപാട് നേരം നോക്കിയിരിക്കുന്നവരാണോ? നിങ്ങളുടെ കണ്ണിന് ചുവപ്പ്, കണ്ണിൽ നിന്ന് വെള്ളമെടുപ്പ്, കണ്ണ് കഴയ്ക്കുക, കണ്ണിന് തട്ടൽ, ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? ഹലോ, ഞാൻ ഡോക്ടർ അശ്വതി ഉണ്ണിത്താൻ, കൺസൾട്ടൻറ്റ് ഒഫ്താൽമോളജിസ്റ്റ്, പ്രിസൈസ് ഐ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. എന്താണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ? ഇന്ന് നമ്മൾ ഒരുപാട് നേരം കമ്പ്യൂട്ടർ, മൊബൈൽ, ടാബ്ലറ്റ് എന്നീ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡിവൈസസ് നമ്മുടെ കണ്ണിനുണ്ടാക്കുന്ന പ്രശ്നങ്ങളെയാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഇത് സംഭവിക്കുന്നത്? അതായത് നമ്മൾ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഒരുപാട് നേരം നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഒരു സ്ട്രെയിൻ അനുഭവപ്പെടും. ഇത് അപ്പോഴാണ് നമുക്ക് ഈ കണ്ണിന് ചുവപ്പ്, കണ്ണിൽ നിന്ന് വെള്ളമെടുപ്പ്, കണ്ണിന് മങ്ങൽ, കണ്ണ് കഴയ്ക്കുക, വൈകുന്നേരം ആകുമ്പോൾ കണ്ണ് ഒരുപാട് ടയേർഡായിട്ട് തോന്നുക, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത്. പണ്ടൊക്കെ നമ്മൾ ഇത് IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കായിരുന്നു ഇത് കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും, ഈവൻ കൊച്ചു കുട്ടികൾ വരെ ഓൺലൈൻ ക്ലാസ്സും അങ്ങനെ അതിനൊക്കെ ഒരുപാട് നേരം ചിലവഴിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ ഈ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന പ്രശ്നം വരുന്നുണ്ട്. ഡിജിറ്റൽ ഐ സ്ട്രെയിനിൽ നമ്മൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുന്നിലോ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു വേറൊരാളുടെ അടുക്ക സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ബുക്ക് വായിക്കുമ്പോഴോ പോലെ അല്ല. അവിടെ നമ്മൾ കണ്ണ് ബ്ലിങ്കിങ് റേറ്റ് കുറഞ്ഞു പോകും. നോർമലി നമ്മളൊരു 15 മുതൽ 20 പ്രാവശ്യം വരെയൊക്കെ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും ഒരു മിനിറ്റിൽ. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെയോ മൊബൈലിൻ്റെയോ മുന്നിൽ നമ്മൾ ഇരിക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കുറഞ്ഞു പോകും, ബ്ലിങ്ക് റേറ്റ് കുറഞ്ഞു പോകും. അതായത് നമ്മൾ കണ്ണ് നോർമലി തുറക്കുന്നതിൻ്റെ അടയ്ക്കുന്നതിൻ്റെ റേറ്റ് കുറഞ്ഞു പോകുന്നു. ഒരു 4 പ്രാവശ്യമോ 5 പ്രാവശ്യമോ ഒക്കെ നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മളുടെ കണ്ണുനീരിൻ്റെ അംശം കറക്റ്റായിട്ട് കണ്ണിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്നത് കുറയുന്നു. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും നോക്കുമ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇപ്പോൾ IT ഫീൽഡിലാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസസിൽ ഉപയോഗിക്കുന്നവർ എല്ലാവരും AC-ക്കകത്തും കൂടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? AC-യുടെ ഇത് നമ്മുടെ കണ്ണിൻ്റെ കണ്ണുനീരിനെ ഡ്രൈ ആക്കുന്നു, അതായത് കണ്ണുനീരിൻ്റെ അംശം കുറയ്ക്കുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ ഈ ബ്ലിങ്ക് റേറ്റും കുറഞ്ഞു പോകും. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മളുടെ കണ്ണുനീരിൻ്റെ അംശം വളരെ കുറഞ്ഞ് ഡ്രൈ ആയും കൂടെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതും കൂടെ വരുമ്പോഴേക്കും നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഒരുപാട് കൂടുന്നത് പോലെ തോന്നും. അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അതിൻ്റെ ലൈറ്റ് അതൊരു ഗ്ലെയർ ഉണ്ടാക്കുന്നു. നമ്മുടെ കണ്ണിൽ ഒരു ഗ്ലെയർ, അതായത് അതിൻ്റെ പ്രകാശം നമുക്ക് കണ്ണിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഗ്ലെയറായിട്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബ്ലൂ ലൈറ്റ്, ഈ മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ബ്ലൂ ലൈറ്റും ഹാനികരമാണെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഉണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പരിഹാരം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ പരിഹാരം വളരെ സിമ്പിളാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ബ്ലിങ്ക് റേറ്റ് കുറഞ്ഞു പോകണം. അപ്പോൾ നമ്മൾ ഓർത്ത് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ ഓർത്ത് വർക്കിംഗ് ടൈമിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കണം. പിന്നെ നമുക്ക് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ടീയേഴ്സ്, അതായത് കണ്ണുനീരിനെ മിമിക്ക് ചെയ്യുന്ന ചില മരുന്നുകളുണ്ട്, ആർട്ടിഫിഷ്യൽ ടീയേഴ്സ്. ആ ആർട്ടിഫിഷ്യൽ ടീയേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ണിൻ്റെ ഡ്രൈനെസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൻറ്റി ഗ്ലെയർ ഗ്ലാസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ബ്ലൂ കട്ട് ഗ്ലാസ്സസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ചില ഫിൽറ്റേഴ്സ് വയ്ക്കാം ഗ്ലെയർ കുറയ്ക്കാനായിട്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് നമ്മൾ ഒരു ജോലി സ്ഥലത്ത് ക്രമീകരിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ് ശ്രദ്ധിക്കാൻ പറ്റുന്നത്? നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഡിസ്റ്റൻസ്, അതായത് ഒരു ആം ഡിസ്റ്റൻസ് നമുക്ക് കമ്പ്യൂട്ടർ ദൂരത്ത് വെക്കണം, വളരെ അടുത്ത് വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻ കുറച്ച് ടിൽറ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാം. അതുപോലെ ആ സ്ക്രീനിൻ്റെ ഹൈറ്റ് കുറച്ച് കണ്ണിൻ്റെ ലെവലിൽ നിന്ന് കുറച്ച് താഴ്ത്തി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ കണ്ണ് നോക്കുമ്പോൾ കുറച്ച് താഴോട്ടായിരിക്കും നോക്കുന്നത്. അത് നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ കണ്ണിൻ്റെ ക്ഷീണം കുറയ്ക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ ലൈറ്റ് നമുക്ക് ഒരു ഇരുട്ട് മുറിയിലിരുന്ന് ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ല ഒരു ആഡിക്വേറ്റ് ലൈറ്റ് ഉള്ള മുറിയിലിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ലൈറ്റ് എങ്ങനെ ക്രമീകരിക്കണം? ലൈറ്റ് ഒന്നുകിൽ മുകളിൽ നിന്ന് വീഴാം, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് വീഴാം. അത് ബാക്കിൽ നിന്നൊക്കെ വീണു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ അടുത്തൊരു ജനൽ ഉണ്ടെന്ന് വെച്ചോളൂ.
ആ ജനലുള്ളപ്പോഴും ജനൽ നമ്മൾ ആ കമ്പ്യൂട്ടറിനെ ഒരു സൈഡിലായിട്ട് വെക്കുക. സോ ദാറ്റ് നമ്മൾ ഗ്ലാസ് അതിൻ്റെ സ്ക്രീനിലോട്ട് വീഴുന്ന ഗ്ലെയർ കുറയ്ക്കുന്നു. പിന്നെ നമുക്ക് കേർട്ടൻസ് യൂസ് ചെയ്യാം. കേർട്ടൺ യൂസ് ചെയ്യുമ്പോൾ ആ വെളിയിൽ നിന്നുള്ള ജനലിൽ നിന്നുള്ള ഒരുപാട് പ്രകാശം നമുക്ക് ഡയറക്റ്റ്ലി സ്ക്രീനിൽ വീണിട്ട് അതിൻ്റെ ഗ്ലെയർ ബുദ്ധിമുട്ട് അത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻസ് ഇത് ഡിജിറ്റൽ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട്.